My dear students, Dr. James Taylor കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 143-ാമത്തെ എപ്പിസോഡിൽ നക്സോമിക്ക എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നക്സുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷമായ ലക്ഷണങ്ങൾ, പെയിൻസ്, മദ്യപാനം, അതേപോലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ കെൻ്റ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ദ പേഷ്യൻ്റ് ഈസ് ഓവർ സെൻസിറ്റീവ് ടു ഓപ്പൺ എയർ, ടു എ ഡ്രാഫ്റ്റ് ഓഫ് എയർ, ഓൾവേസ് ചില്ലി, ഓൾവേസ് ടേക്കിംഗ് കോൾഡ് ആൻഡ് ഇറ്റ് സെറ്റിൽസ് ഇൻ ദ നോസ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ടു ദ ചെസ്റ്റ്. നക്സോമിക്ക വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് എന്ന് നമ്മൾ കണ്ടു. അത് ടെമ്പറേച്ചറിനോടും വളരെ സെൻസിറ്റീവാണ്. ചില്ലി പേഷ്യൻ്റാണ്, പേഷ്യൻ്റ് ചില്ലിയാണ്. ചെറിയൊരു കാറ്റ്, ഒരു സ്പർശനം, വളരെ ചെറിയൊരു കാറ്റിനോട് പോലും സെൻസിറ്റീവാണ്. പെട്ടെന്ന് തണുപ്പിടിക്കുന്നു, ആ തൊണ്ടയ്ക്ക് അത് സെറ്റിൽ ചെയ്യുന്നു, അത് ചെസ്റ്റിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്കിൻ ഓവർ സെൻസിറ്റീവ് ടു ടച്ച്, ടു ഡ്രാഫ്റ്റ്, ഫുൾ ഓഫ് പെയിൻസ് ആൻഡ് ഏക്സ്. ഹി സ്വെറ്റ്സ് ഈസിലി ഓൺ ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ. അപ്പോൾ ചില്ലിയാണ്, അതിനൊപ്പം തന്നെ ചെറിയൊരു പ്രൊവക്കേഷൻ, ചെറിയൊരു ചലനമോ. ഈ പ്രൊവക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനം എന്ന് മാത്രമല്ലത്, അധ്വാനം കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ ഒരു ചിന്തകൾ കൊണ്ട്, വളരെ ഹറീഡായിട്ടുള്ള ചിന്തകൾ കൊണ്ട് പോലും വേർപ്പുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു പ്രൊവക്കേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രൊവക്കേഷൻ കൊണ്ട് പോലും വേർക്കും. ബ്രെയിൻ ഫാഗ് ഉണ്ട്. ഫാറ്റിക്, ന്യൂറാൾജിയാസ്, ഓൺ ദ വെർജ് ഓഫ് ഇൻസാനിറ്റി. ബ്രെയിൻ ഫാഗ് വന്നിട്ട് മനോവിഭ്രാന്തിയുടെ വക്കിനോളം എത്തുന്ന തരത്തിലുള്ള ബ്രെയിൻ ഫാഗ്. ആൻഡ് ദിസ് ഗോസ് ഓൺ ടു കൺവൾഷൻസ് ഓഫ് സിംഗിൾ മസിൽസ് ആൻഡ് ദോസ് ഓഫ് ദ ഹോൾ ബോഡി. ഒറ്റ പേശികളിലായിട്ടും ശരീരം മൊത്തത്തിലും കൺവൾഷൻസ്. മസ്കുലർ ട്വിച്ചിങ്സ്, വീക്ക്നെസ്, ട്രംബ്ലിംഗ് ആൻഡ് പാരലിസിസ്. പേശികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ട്വിച്ചിങ്സ്, ക്ഷീണം, വലിച്ചുകോച്ചൽ, വിറയൽ, തളർച്ച വരെ അതിൽ വരുന്നുണ്ട്. ദിസ് പാരലൈറ്റിക് വീക്ക്നെസ് ആൻഡ് ഡിസോർഡേഡ് സ്റ്റേറ്റ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ മസിൽസ് ആൻഡ് നെർവ്സ് ആർ പ്രൊവൈൻഡ്. അപ്പോൾ പേശികളുടെ പ്രവർത്തനത്തിലുള്ള ഈ ക്രമരാഹിത്യം, ഈ തളർച്ചയോളം എത്തുന്ന അവസ്ഥകൾ, അത് വളരെ പ്രധാനപ്പെട്ട ലക്ഷണം, വളരെ പ്രൊമിനൻ്റായിട്ട് കാണിക്കും. വളരെ പാസീവായിട്ടുള്ള ലക്ഷണമല്ല, വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സിംറ്റം. Another state running through nux is that actions are turned in opposite directions. മറ്റൊരു ടിപ്പിക്കൽ സിംറ്റമാണ് ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ദിശ, അത് പുരോഗമിക്കുന്നൊരു ദിശയുണ്ട്, അതിന് എതിരായിട്ട്, സാധാരണ ദിശയ്ക്ക് എതിരായിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു സ്വഭാവം നെക്സിനുണ്ട്. When the stomach is sick, it will empty its contents with no great effort ordinarily. സാധാരണഗതിയിൽ വയറിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ, ദഹിച്ചതും ദഹിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതി അത് പുറന്തള്ളും. വളരെ എഫർട്ടില്ലാത്ത ഛർദിയിലൂടെയും മലശോധനയിലൂടെയും അതിനെ കളഞ്ഞ് ശുദ്ധിയാക്കും. ബട്ട് ഇൻ നക്സ് ദർ ഇസ് റച്ചിങ് ആൻഡ് സ്ട്രെയിനിങ് ആസ് ഇഫ് ആക്ഷൻസ് വെയർ ഗോയിങ് ഓൺ ദ റോങ് വേ. പക്ഷേ നക്സിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ച, സാധാരണ ഛർദ്ദിക്കുന്നതിന് പകരം വല്ലാതെ ബലം പ്രയോഗിച്ച് ഓക്കാനം, റച്ചിങ്. മലശോധനയുടെ കാര്യത്തിലാണെങ്കിലും വല്ലാത്ത എഫർട്ട്, വല്ലാത്ത പ്രയാസങ്ങൾ, സംഭ്രമങ്ങൾ. പെരിസ്റ്റാൾട്ടിക് മോഷൻ അത് ശരിയായ രീതി നടക്കുന്നില്ല, അതും റോങ് വേ ആണ്, ചിലപ്പോൾ എതിർദിശയിലൊക്കെ ആയിരിക്കും. ആസ് ഇഫ് ഇറ്റ് വുഡ് ഫോഴ്സ് ദ അബ്ഡമൻ ഓപ്പൺ. അടിവയറിനെ ബലപ്രയോഗിച്ച് തുറക്കുന്നത് പോലെ ബലം പ്രയോഗം വേണം. എ റിവേഴ്സൽ ആക്ഷൻ, റച്ചസ്, ഗാഗ്സ് ആൻഡ് സ്ട്രെയിൻസ് ആൻഡ് ആഫ്റ്റർ എ പ്രൊലോങ്ഡ് എഫേർട്ട് ഹി ഫൈനലി എംപ്റ്റീസ് ദ സ്റ്റൊമക്ക്. ദീർഘകാലം നിൽക്കുന്ന വല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഇത് എംപ്റ്റി ചെയ്യും. ഈ ഒരവസ്ഥ ഞാൻ ആദ്യമായിട്ട് നക്സ് ഉപയോഗിച്ചത്, ഇതിനി തുറന്നു പറയുന്നുണ്ട്, അമിത മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അമിത മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ മദ്യപിച്ച് അമിതമാകുമ്പോൾ ഛർദ്ദിക്കാറുണ്ട്. പലരും വളരെ സാധാരണഗതിയിൽ എളുപ്പത്തിൽ ഛർദ്ദിച്ചു പോകും. ചിലർ ഈ പറഞ്ഞ പോലെ റച്ചിങ് സംഭവിക്കും. ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ താമസ സ്ഥലത്ത് ഒരു സുഹൃത്ത്
അമിതമായിട്ട് മദ്യം കഴിച്ചു. അതിനുശേഷം ഇതാ പ്രശ്നം, ഛർദ്ദിച്ച് പോകുന്നുള്ളൂ, പക്ഷേ പോകുന്നില്ല, വല്ലാതെ കിടന്ന് ബലം പ്രയോഗിക്കുന്നു. ഒരുതരം മരണവെപ്രാളം പോലെ കണ്ണൊക്കെ മിഴിച്ചു വന്നു, കൈകാലുകളൊക്കെ കോച്ചി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ കൊണ്ടുപോകാൻ പോയപ്പോൾ എനിക്ക് നക്സ് വായിച്ചൊരു ഓർമ്മ ആ ഒരു സമയത്തായിരുന്നു. അത് 90s തുടക്കത്തിൽ, 91 or 92. ഒരു മരുന്ന് ഞാൻ കൊടുത്തു നോക്കാം, പറ്റുമെങ്കിൽ അത് ശരിയാവും എന്നിങ്ങനെ പറഞ്ഞു. നക്സ് 200 ആയിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 200 എടുത്ത് ഓരോ സാറിൻ്റെ വായൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വൃത്തിയാക്കി, ഒന്ന് വായൊന്ന് ഗർഗിൾ ചെയ്യിച്ച്, തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു, ആവശ്യമായിരുന്നു. അതിന് കൊടുക്കുന്ന ഡോസ് അത് ശരിയായ രീതിയിൽ കൊടുക്കാം, പിന്നല്ലേ ആക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൽ വായൊക്കെ ഒന്ന് വൃത്തിയാക്കി 4 ഗ്ലോബ്യൂൾസ് ഇട്ട് കൊടുത്തു. ആൾ കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് നേരം ഈ ഒത്തിരി പ്രയാസമൊക്കെ അങ്ങനെ തുടർന്നു. പിന്നെ ക്രമേണ ശാന്തമായി, നോർമലായിട്ട് ഛർദ്ദിച്ച് കളഞ്ഞു, ആളുകളൊന്നുറങ്ങി. ഉറങ്ങിയിട്ട് സംഭവം ഒരു രാത്രിയായിരുന്നു, രാത്രി ഒരു 10 മണിക്ക് ആയിക്കണം. പിറ്റേന്ന് 8 മണി വരെ കിടന്നുറങ്ങി. എന്നിട്ട് നോക്കുമ്പോൾ ആൾക്കൊരു പ്രശ്നമില്ല. ദ സെയിം കണ്ടീഷൻ ഇസ് ഫൗണ്ട് ഇൻ ദ ബ്ലാഡർ. ഹി മസ്റ്റ് ട്രെയിൻ ടു യൂറിനേറ്റ്. ഇതേ അവസ്ഥ യൂറിനേഷൻ്റെ കാര്യത്തിലുണ്ട്. സ്ട്രെയിൻ ചെയ്യുക, അവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള മോഷൻസ് ആയിരിക്കാം. സ്ട്രെയിൻ ചെയ്യണം, അതിനെതിരെ സ്ട്രെയിൻ ചെയ്ത് വേണം മൂത്രമൊഴിക്കാൻ. ദർ ഇസ് ടെനസ്മസ് urging. The bladder is full and the urine dribbles away. ബ്ലാഡർ നിറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പോലും മൂത്രം ഇറ്റിട്ടേ പോവുകയുള്ളൂ. നിരവധി ഔഷധങ്ങളിൽ ഈ ലക്ഷണമുണ്ട്. Yet when he strains, it ceases to dribble. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിബിളിങ് നിൽക്കും. In regard to the bowels, though the patient strains much, he passes but a scanty stool. വയറ്റിൽ നിന്ന് പോകുന്ന കാര്യത്തിലാണെങ്കിൽ എത്ര സ്ട്രെയിൻ ചെയ്താലും വളരെ കുറച്ച് നിസ്സാരമായ അളവിൽ മാത്രമേ സ്റ്റൂൾ പോവുള്ളൂ. In the diary at times, when he sits in the commode in a perfectly passive way, there will be a little squirt of stool and then comes on tenesmus so that he cannot stop straining. And when he does strain, there comes on the sensation of forcing back. The stool seems to go back. A kind of anti-peristalsis. വയറിളക്കത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. വയറിളക്കുന്ന അവസ്ഥയിൽ പോലും ഈ നെക്സ്റ്റ് പേഷ്യൻ്റ് കൊമ്മോഡിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ചെറിയ തോതിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇറ്റ് ഈസ് സ്ക്വർട്ട് സ്റ്റൂൾ. ഇങ്ങനെ പെട്ടെന്ന് ചീറ്റ് വരുന്ന പോലെ, ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ കുറച്ച് വരും. ആൻഡ് ദെൻ കംസ് ഓൺ ടെനസ്മസ്. പിന്നെ ഇടയ്ക്കിടെ പോകലുള്ളൂ. പിന്നീട് മുഴുവൻ പോകാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യാന്നിരുത് പോകാതെയാവും. അപ്പോഴാണ് റിവേഴ്സ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. പെരിസ്റ്റാൾട്ടിക് മോഷനിലൂടെയാണ് ഇത് എക്സ്പെൽ ചെയ്യുന്നത്, പക്ഷേ അതിന് റിവേഴ്സ് കണ്ടീഷൻ, റിവേഴ്സ് പെരിസ്റ്റാൾസിസ് നടക്കുന്നു. ഇൻ കോൺസ്റ്റിപ്പേഷൻ, ദ മോർ ഹി സ്ട്രെയിൻസ് ദ ഹാർഡർ ഇറ്റ് ഈസ് ടു പാസ് എ സ്റ്റൂൾ. കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ട്രെയിൻ ചെയ്യുന്നതോറും ഇത് എക്സ്പെൽ ചെയ്യാനുള്ള പ്രയാസം കൂടി വരികയും. സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് പോകുന്നതിന് പകരം ഈ ആൻറ്റി പെരിസ്റ്റാൾസിസ് അല്ല റിവേഴ്സ് പെരിസ്റ്റാൾസിസ് നടന്നിട്ട് കൂടുതൽ പ്രയാസം, എക്സ്പെൽ ചെയ്യാൻ കൂടുതൽ പ്രയാസം വരുന്ന അവസ്ഥ. In diarrhea and dysentery, there is straining without relief. But as soon as he passes a little stool, there is relief. ഡയറിയയുടെയും ഡിസെൻറ്ററിയുടെയും കാര്യത്തിൽ സ്ട്രെയിൻ ചെയ്യുന്നു, അതുകൊണ്ട് ആശ്വാസമില്ല. പക്ഷേ കുറച്ച് സ്റ്റൂള് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീഫായി. ഇൻ ഡിസെൻറ്ററി, മെർക്കുറിയസ് ഹാസ് ദ കോൺസ്റ്റന്റ് urging. മെർക്കുറി കോർ ടെനസ്മസ് വിത്ത് ഗ്രേറ്റ് ഡിസയർ ടു യൂറിനേറ്റ്. ഇവിടെ കമ്പാരിസൺ വരികയാണ്. ഡിസെൻറ്ററിയുടെ കാര്യത്തിൽ മെർക്കുറിയസിന് സ്ഥിരമായ അർജിങ് ഉണ്ട്. മെർക്കുറി കോറിന് ടെനസ്മസ് വിത്ത് ഗ്രേറ്റ് ഡിസയർ ടു യൂറിനസ്. ഇടയ്ക്കിടെ പോകലും യൂറിനേറ്റ് ചെയ്യാനുള്ള വല്ലാതെയുള്ളൊരു ഡിസയറും. ദ റിവേഴ്സ് ആക്ഷൻസ് ഓഫ് ദ വേരിയസ് ഫങ്ഷൻസ് ഷോസ് ദ സ്പാസ്മോഡിക് നേച്ചർ ഓഫ് ദിസ് റെമഡി. ഈ റിവേഴ്സ് നേച്ചർ കൊണ്ട് മനസ്സിലാക്കേണ്ടത് നക്സോമിക്കയുടെ സ്പാസ്മോഡിക് നേച്ചറാണ്. മസിൽസിൻ്റെ അൺകൺട്രോളബിൾ മൂവ്മെൻറ്റ്സ്. പെയിൻ ഷൂട്ട് ഫ്രം റെക്ടം അപ്പ് ബേണിങ്. ഈ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് മേലേക്ക് ഷൂട്ടിംഗ് പെയിൻസ്, ബേണിങ്. ന്യൂറാൾജിയാസ് അബൌട്ട് ദ ഐസ്, ഫേസ് ആൻഡ് ഹെഡ്. ന്യൂറാൾജിക് ഹെഡ് ഏക്സ്. ദ പെയിൻ സ്റ്റിക്ക് ആൻഡ് ടിയർ. ദേ കോസ് വീപ്പിംഗ്, ഫെയിൻറ്റിങ്, ദ ബേൺ ആൻഡ് സ്റ്റിങ്. അപ്പോൾ എല്ലാത്തരം പെയിൻസ് ഉണ്ട്. ന്യൂറാൾജിക് പെയിൻസ്
കണ്ണിൽ, മുഖത്ത്, തലയിൽ, ന്യൂറാൾജിക് ഹെഡ് ഏക്സ്, ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലുള്ള വേദന, പറിച്ചു കീറുന്ന പോലെ വേദന, വേദന കൊണ്ട് ആളിങ്ങനെ വിതുമ്പി കരയും, സങ്കടം വന്ന് കരഞ്ഞു പോകും, ഫെയിൻറ്റിങ്, തളർന്നു പോവും, പൊള്ളുന്ന തരത്തിലുള്ളത്, കുത്തുന്ന തരത്തിലുള്ളത്, ഒരുപാട് എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. പെയിൻസ് ഇൻ ദ ഹെഡ് ആൻഡ് ഫേസ് ആൻഡ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് ദാറ്റ് സ്റ്റിങ് ആൻഡ് ടിയർ ബട്ട് എസ്പെഷ്യലി ഡ്രോ. സ്റ്റിങ്ങിങ്ങും ടിയറിങ് പെയിൻസും മുഖത്തും എക്സ്ട്രീമിറ്റീസിലും, ഇനി കൂടുതലും ഡ്രോയിങ് പെയിൻസാണുള്ളത്. സെൻസേഷൻ ഓഫ് ടെൻഷൻ ഇൻ ദ മസിൽസ്, പേശികളിൽ വലിച്ചിൽ ഉണ്ടാകുന്ന പോലുള്ള തോന്നൽ. എ ഡ്രോയിങ് ഇൻ ദ ബാക്ക് ലൈക്ക് എ പുള്ളിങ് ഓഫ് ടെൻഷൻ ഇൻ ദ മസിൽസ്, പേശികളിൽ വലിക്കുന്ന പോലെ, പിടിച്ച് വലിക്കുന്ന പോലുള്ള ഡ്രോയിങ് പെയിൻസ് പിൻഭാഗത്ത്. ദ പെയിൻ ഫീൽസ് ആസ് ഇഫ് ഡ്രോയിങ് എ സ്പാസം ഓഫ് ദ മസിൽസ്. എ ഡ്രോയിങ് പെയിൻ ഇൻ ദ ബാക്ക്, ഡ്രോയിങ് പെയിൻ ഇൻ ദ ബാക്ക് ഓഫ് ദ നെക്ക്, ഫോഴ്സിങ് ദ പേഷ്യൻ്റ് ടു ലെറ്റ് ദ ഹെഡ് ഗോ ബാക്ക്. അപ്പോൾ പിൻഭാഗത്ത് കഴുത്തിലൊക്കെ ഇങ്ങനെ വലിക്കുന്ന തരത്തിലുള്ള വേദന കൊണ്ട് തല പിന്നാക്കം ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വലിവും വേദനയും. ഡ്രോയിങ് പെയിൻസ് ഡൗൺ ദ സ്പൈൻ, നട്ടലിലൂടെ താഴേക്കുള്ള വേദനകൾ. ബാക്ക് ഏക്ക് വേഴ്സ് ആസ് സൂൺ ആസ് ഷീ ലൈസ് ഡൗൺ, ബ്രാക്കറ്റ് പ്രഗ്നൻസി, ആസ് ഇഫ് ഇറ്റ് വുഡ് ബ്രേക്ക്. പ്രഗ്നൻസിയുടെ സമയത്ത് മുതുക് പിൻഭാഗം പൊട്ടിപ്പോകുന്നു തോന്നുന്ന തരത്തിലുള്ള വേദന എപ്പോഴാണ്? കിടന്നാൽ ഉടനെ. ബ്രയോണിയ, ഫോസ്ഫറസ് എന്നുമായിട്ട് കമ്പാരിസൺ ഉണ്ട്. ഒടിഞ്ഞതുപോലുള്ള, പൊട്ടിയതുപോലുള്ള വേദന കാലികാർബ്. മസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്, അങ്ങനെ വരാൻ നേരത്ത് കിടക്കാൻ പറ്റില്ല, എഴുന്നേക്കണം, നടക്കണം. ന്യൂറൈറ്റിസ് വിത്ത് ഗ്രേറ്റ് സോർനെസ് ഓഫ് സ്കിൻ, ത്വക്ക് വല്ലാതെ സോർനെസ് ഉണ്ട്, ന്യൂറൈറ്റിസ്. പെയിൻസ് ഇൻ ദ റീജിയൻസ് ഓഫ് ദ കിഡ്നീസ് ആൻഡ് ലിവർ, വൃക്കകളുടെയും കരളിൻ്റെയും ഭാഗത്ത് വേദന. പെയിൻസ് ഡ്രോ സോ ദാറ്റ് he cannot turn over in head, and the only way he can get over is to lift himself up by his hands and then turn over and lie down. തല തിരിക്കാൻ പറ്റുന്ന, കിടന്നിടത്തുനിന്ന് തിരിഞ്ഞു കിടക്കണം, തല തിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ എന്താ, കൈകുത്തി എഴുന്നേറ്റിട്ട് തിരിഞ്ഞു കിടക്കണം, അങ്ങനത്തെ തരത്തിലുള്ള പ്രയാസം. ഡ്രോയിങ് പെയിൻസ് ഇൻ ദ സാക്രം ആൻഡ് ഹിപ്സ്, ഡ്രോയിങ് പെയിൻസ് ഇൻ ദ സാക്രം ഇൻ കണക്ഷൻ വിത്ത് ഡിസെൻട്രി, ഡിസെൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സാക്രൽ റീജിയനിൽ, ഹിപ്സിൽ ഒക്കെ വലിക്കുന്ന തരത്തിലുള്ള വേദന. റണ്ണിങ് പെയിൻസ് ഇൻ ദ ബവൽസ് ആൻഡ് എവരി പെയിൻ കോസസ് ഡിസയർ ടു സ്റ്റൂൾ, ബവൽസിൽ, വയറിൽ വല്ലാതെയുള്ള വേദന. ഓരോ വേദനയോടും കൂടെ വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള തോന്നലും. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, പ്രൊമിനൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ്. സച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ദ അബ്ഡോമിനൽ പെയിൻസ്, അടിവയറ്റിലെ എല്ലാ വേദനയുടെയും ഒരു സ്വഭാവം അതാണ്. വേദന വന്നു കഴിയുമ്പോൾ വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും, അതുകൊണ്ടാണ് അത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രോയിങ് പെയിൻസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് കോസിങ് സ്പാസംസ് ഇൻ ദ കാഫ്സ്, ഫീറ്റ് ആൻഡ് ടോസ്. അപ്പോൾ എക്സ്ട്രീമിറ്റീസിൽ, കൈകാലുകളിലും മറ്റുമൊക്കെ വലിക്കുന്ന തരത്തിലുള്ള വേദനകൾ, അതുകൊണ്ട് ആ വേദന തുടർന്ന് വലിച്ചു കോച്ചൽ, കാലിലും ഒക്കെ, വിരലിലും പെരുവിരലിലും ഒക്കെ ഈ വലിച്ചു കോച്ചൽ. ക്രാംസ് ഇൻ ദ അബ്ഡോമൻ കോസസ് ഡിസയർ ഫോർ സ്റ്റൂൾ, നേരത്തെ പറഞ്ഞ കൂടി പറയുകയാണ്, ഇവിടെ ഇറ്റാലിക്സിലാണ്. അടിവയറ്റിലുള്ള ക്രാംസ് കൊണ്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള തോന്നലുണ്ടാകുന്നു. ആഫ്റ്റർ പെയിൻസ് ഇൻ ദ ഫോം ഓഫ് ക്രാംസ് അർജ് ടു സ്റ്റൂൾ, മെൻസ്ട്രൽ കോളിക് വിത്ത് അർജിങ് ടു സ്റ്റൂൾ, മെൻസ്ട്രൽ കോളിക്കിൻ്റെ സമയത്തും വയറ്റിൽ നിന്ന് പോകാനുള്ള തോന്നലുണ്ട്. പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ് അർജ് ടു സ്റ്റൂൾ, ഭക്ഷണം കഴിച്ച ശേഷം വയറിൽ വേദനയുണ്ട്, വയറ്റിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ട്. ആഫ്റ്റർ മച്ച് സ്ട്രെയിനിങ് നോ സ്റ്റൂൾ പാസസ്, ബട്ട് ആഫ്റ്റർ ഗോയിങ് സെവറൽ ടൈംസ് എ സ്മോൾ സ്റ്റൂൾ പാസസ് വിത്ത് റിലീഫ്. അപ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ വളരെയധികം സ്ട്രെയിനിങ് ഉണ്ട്, നിരവധി പലതവണ പ്രയാസപ്പെട്ടിട്ട് കുറച്ച് സ്റ്റൂൾ പോകുന്നു, അപ്പോഴേക്കും റിലീഫ് ഉണ്ടാവും. ഈസ് കാൻഡി ആൻഡ് വിത്ത് റിവേഴ്സ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ, ഇത് ഇവിടെയും റിവേഴ്സ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ ഉണ്ട്, നേരെ തിരിഞ്ഞുള്ള ആക്ഷൻ. ഇത് പറയുമ്പോൾ വളരെ ദുഃഖകരമായൊരു ഓർമ്മ വരികയാണ്. എനിക്ക് സംഭവിച്ചൊരു തെറ്റാണ്. ഞാൻ എൻ്റെ ഔഷധം കണ്ടെത്തി സൾഫർ കഴിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപാണ് ഞാൻ ഇൻറ്റൻസീവായിട്ടുള്ള വായന, സ്വന്തം കേസും മറ്റ് കേസുകളൊക്കെ സ്റ്റഡി ചെയ്ത്
എൻ്റെ ഒരു എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് റെപ്പർട്ടൈസ് ചെയ്യാനും മറ്റുമൊക്കെ ഇൻറ്റൻസീവായിട്ട് ശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആലപ്പുഴയിൽ ഹരിപ്പാടിനടുത്ത് താമസിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, എനിക്കന്ന് 20 വയസ്സേ ഉള്ളൂ, ഏതാണ്ട് അതേ പ്രായമൊക്കെ ഉള്ള ഒരാൾ. അയാൾക്ക് ഇതേപോലുള്ള വയറുവേദനയും ഭയങ്കര പ്രശ്നം. അയാൾക്കന്ന് നാട്ടിലേക്ക് പോകണം. അയാൾ എറണാകുളം സ്വദേശി തന്നെയാണ്, ആ തൃപ്പൂണിത്തുറ ഭാഗത്താണ്. നാട്ടിലേക്ക് പോകണം. ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇപ്പോഴും അവിടെ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്, കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് അവിടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ, അത് ഞായറാഴ്ച അവധിയാണ്. വല്ലാത്ത പ്രയാസം. അപ്പം ഞാൻ നക്സ് കാര്യമായിട്ട് വായിച്ചൊരു സമയമായിരുന്നത് 89. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ, നക്സിൻ്റെ കൃത്യം സിംറ്റം. പോരാത്തതിന് ഇവനൊരു വല്ലാത്തൊരു തൊട്ടാവാടി ആളാണ്, വളരെ എല്ലാ തരത്തിലും ഓവർ സെൻസിറ്റീവാണ്. ഒരു ഡോസ് നക്സ് കൊടുക്കുക, അവൻ്റെ ആ പ്രയാസങ്ങളുണ്ട്. എന്തെങ്കിലും ഞാനിത് വായിക്കുന്ന കാര്യമൊക്കെ അറിയാം. എന്തെങ്കിലും ആൽബി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു, നക്സ് ഒരു ഡോസ് കൊടുത്തു. അവൻ വണ്ടി കയറി പോകാൻ പോവാണ്. ഞാനും വണ്ടിയിൽ കയറി, ആലപ്പുഴ ടൗൺ വരെ പോകാൻ കയറി. ഞാനും കയറി. ഞങ്ങളൊരു ബസ്സൊക്കെ കുറവായിരുന്നു, ഒരു ലോറിക്കാണ് കയറി യാത്ര ചെയ്തത്. ലോറിയുടെ ക്യാബിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ആശ്വാസം വയറുവേദന ഉണ്ട്. വയറുവേദന നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, പക്ഷേ ഹി വാസ് മെൻ്റലി റിലീവ്ഡ്. ഞാൻ സന്തോഷിച്ചു. ഐഡിയൽ ആക്ഷൻ ആണല്ലോ. ഫിസിക്കൽ അഗ്രവേഷൻ ഉണ്ടായി, വയറുവേദന കൂടിയെന്നാണ് പറഞ്ഞത്. കൊളുത്തി വലിക്കുന്ന തരത്തിൽ വേദന, ക്രാംസ്, കൺവൾഷൻസ് ഒക്കെ കൂടിയെന്നാണ് പറയുന്നത്. പക്ഷെ ആൾ ഭയങ്കര റിലീഫാണ്. ആ ഒരു ടെൻഷനൊക്കെ പോയി, ആളുടെ ആശങ്കയൊക്കെ പോയി, സന്തോഷമായി. ഞാൻ വിചാരിച്ചു, ഐഡിയൽ കണ്ടീഷൻ, ഞാൻ പറയും വീട്ടിൽ പോയിക്കോ, റെസ്റ്റ് ചെയ്തോ. പക്ഷേ ഞാൻ ചില മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം കറക്റ്റ് നക്സ് കേസാണെന്ന് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ പറയേണ്ടതായിരുന്നു. പഴയ ലക്ഷണങ്ങൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം, അവിടെ പോയി ഡോക്ടറെ കാണണം, ഈ മരുന്ന് കൊടുത്ത കാര്യം അവിടുത്തെ ഒരു ഹോമിയോപാത്തിനോട് പറയണം എന്നൊക്കെ ഞാൻ പറയേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. ആൾ പോയി, പിന്നീട് ആളെ കണ്ടില്ല കുറച്ച് നാളത്തേക്ക്. അപ്പം അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, എഴുത്തുകൂത്ത് അഡ്രസ്സും ഇല്ല. താമസിക്കുന്ന പ്രദേശം തൃപ്പൂണിത്തുറ കിഴക്ക് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. രണ്ട് 1 മാസമൊക്കെ കഴിഞ്ഞ് ആൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിന് സ്ഥാപനത്തിലേക്ക്, ട്യൂട്ടോറിലേക്ക് പുള്ളിയൊരു കത്ത് വന്നു, പുള്ള ഫാദറുടെ കത്ത് വന്നു. പിന്നെ മകന് ടൈഫോയിഡ് വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോഴാണ് എനിക്കെൻ്റെ അബദ്ധം മനസ്സിലായത്. ടൈഫോയിഡ് അവൻ നേരത്തെ വന്നു കാണണം, അത് തിരിച്ചു വന്നതായിരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അത് എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു വിഷമമാണ്. ആൾ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഒന്നുകൂടി കേസ് ടേക്കിങ് പോലെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നിട്ടുണ്ട്, തിരിച്ചു വരവാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആ ഒരു ചെറുപ്പത്തിൻ്റെ അറിവില്ലായ്മയിൽ, ആ സാഹചര്യത്തിന് സമ്മർദ്ദത്തിൽ ഞാൻ ചെയ്തു പോയതാണ്. പിന്നീട് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാതെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓവർ സെൻസിറ്റീവ് സ്റ്റിമുലൻസ്, ഈ ഉത്തേജക വസ്തുക്കളോട്, ലഹരി വസ്തുക്കളോടുള്ളൊരു വല്ലാത്തൊരു സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് എ റൂട്ടീൻ റെമഡി ഇൻ മെൻ ട്രൈങ് ടു സോബർ അപ്പ് ഈവൻ ഇൻ ഡെലിറിയം ടെനസ്മസ്. അതായത് മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം. ഞാൻ നേരത്തെ പറഞ്ഞ മതി, മദ്യപാനം കുറക്കാൻ ആഗ്രഹിക്കുക, സോബർ അപ്പ് എന്ന് പറയുന്നത്, കുടി കുറക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നടക്കില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നക്സ് ഉപകരിക്കും. ഇനി ഡെലിറിയം ടെനസ്മസ്, ഇനി ചിലർ ബലം പ്രയോഗിച്ച് പെട്ടെന്ന് കുടി നിർത്തും. അത് ടേപ്പർ ചെയ്യാതെ, വീനിങ് നടത്താതെ പെട്ടെന്ന് കുടി നിർത്തി വലിയ പ്രശ്നം ഉണ്ടാകും. അങ്ങനത്തെ അവസ്ഥയിലും നക്സ് ഉപകരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നക്സ് ഗംഭീരമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം ഉണ്ട്. ഓൾഡ് ഡിബോഞ്ചസ് broken down with stimulants, sexual excesses, and the worry and fret of business. They work half an hour and then go on out and get a drink, and this go on until finally they must give up, go home and go to bed. അപ്പോൾ അമിതമായ മദ്യാസക്തി, അമിതമായ സെക്ഷുവാലിറ്റിയുള്ള ആസക്തി, മറ്റ് ലഹരി വസ്തുക്കളുടെ ആസക്തി, അതുകൊണ്ട് ആകെ
ബ്രോക്കൺ ഡൗൺ ആയ അവസ്ഥ, ഈ പറയുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ആളാകെ തകർന്നൊരവസ്ഥ, മാനസിക വ്യഥകൾ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വന്ന് പ്രയാസമാകുമ്പോൾ മദ്യപിക്കും. സാധാരണ കാണുന്നതാണ്. ടെൻഷൻ മാറ്റാൻ മദ്യപിക്കുക. അങ്ങനെ മദ്യപിച്ച് അവസാനം ഇടക്കിടക്ക് പോയി മദ്യപിക്കാതെ നിവർത്തിരുന്ന അവസ്ഥ വന്ന് അവസാനം ഈ ബിസിനസ്സും പറ്റുന്നില്ല, ജോലിയും പറ്റുന്നില്ല, വീട്ടിൽ പോയി കിടക്കും. ഈ ഒരവസ്ഥ നക്സിലുണ്ട്. അപ്പം നക്സിൻ്റെ ജനറൽ കണ്ടീഷൻസ്, ആ ഓവർ സെൻസിറ്റിവിറ്റിയും മറ്റുമൊക്കെ ഉള്ള അവസ്ഥകൾ, ടെമ്പറേച്ചറും ഒക്കെ യോജിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ ഈ കുടിയന്മാരെ കുടി നിർത്താൻ ഇത് ഉപകരിക്കും. ഹീസ് ഓൺ ദ വേർജ് ഓഫ് ഇൻസാനിറ്റി. ഈ മദ്യപിച്ച് വട്ടിൻ്റെ വക്കിലെത്തി എന്ന് പറയില്ലേ, മാനസിക പ്രശ്നത്തിൻ്റെ വക്കിലെത്തിയ അവസ്ഥ. അതുകൊണ്ട് ഇറിറ്റബിൾ, ഫാറ്റിഗ്ഡ്, സ്വെറ്റ്സ് മച്ച്, വല്ലാതെ വേർക്കും. ഈസ് അഗ്രവേറ്റ് ഫ്രം ദ എയർ. വേർക്കുമെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കാറ്ററ്റാൽ മതി അഗ്രവേഷൻ ഉണ്ടാവും. സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് ലൈറ്റ്, ബ്രോക്കൺ ഡൗൺ. ശബ്ദത്തോടും പ്രകാശത്തോടും ഒക്കെ വല്ലാതെ സെൻസിറ്റീവ് ആകുന്നു, ആകെ തകർന്നു പോകുന്നു. ഹി മസ്റ്റ് ഹാവ് നക്സ് ടു റെസ്റ്റ് ആൻഡ് നോ സ്റ്റിമുലൻസ്. ഉള്ളവർക്ക് നക്സ് വേണം. നക്സ് കഴിച്ച് പിന്നെ വിശ്രമിക്കുക. ഇൻ ദോസ് ഡ്രിങ്കിങ് ടു മച്ച് ടീ, കോഫി ആൻഡ് സ്റ്റിമുലൻസ്, ദേ സ്റ്റേ awake ഡേ ആൻഡ് നൈറ്റ് അണ്ടിൽ ദ എൻഡ് മസ്റ്റ് കം. വല്ലാതെ മദ്യപിക്കുകയും ചായ, കാപ്പി എന്നുള്ള അമിതമായിട്ട് കഴിക്കുകയും സ്റ്റിമുലൻസ് എടുക്കുകയും ചെയ്യുന്നവർ രാവും പകലും ഉറക്കമില്ലാതിരിക്കുന്നു. മരണം എൻ്റെ അവസാനമായെന്ന് കരുതി അതും പ്രതീക്ഷിച്ചിരിക്കുന്നു. ദർ ഈസ് ടെൻഷൻ ഇൻ ഓൾ ദ നെർവ്സ്. എല്ലാ നാഡികളിലും പിരിമുറുക്കം. ഹീ ഫീൽസ് ആസ് ഇഫ് ഹീ മസ്റ്റ് ഫ്ലൈ. പറക്കണമെന്ന് തോന്നൽ. ഇതൊക്കെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ആസ് ഇഫ് ഹീ കുഡ് നോ ലോങ്ങർ ഹോൾഡ് ടുഗദർ. ശരീരത്തിൻ്റെ അവയവങ്ങളെ ചേർത്ത് വെക്കാൻ പറ്റില്ല, പറക്കണം. അത് ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല, മദ്യവും പുകവലിയുമായിട്ട് ബന്ധപ്പെട്ടില്ല, ഈ കഞ്ചാവ്, MDMA പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ വരുന്നൊരു കാര്യമാണത്. അവരെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. നക്സ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ദിസ് ജേർക്കിംഗ് ഇൻ ദ ലിംസ് ഓൺ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് ഇൻ സ്ലീപ്പ്. ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ പേശികളിൽ, കൈകാലുകളിലൊക്കെ വലിച്ചു പോച്ചിട്ടുണ്ട്. അത്രത്തോളം ഉപകരിക്കുന്ന ഔഷധമാണ് നക്സ് എന്ന് വിചാരിക്കുക. ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളിൽ നക്സ് ഉപകരിക്കും. കേവലം ഒരു ആൻറ്റിഡോട്ട് എന്നതിലുപരി വളരെ വിപുലമായ ഉപയോഗം. പൊതുവെ വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് ഒരു ഔഷധം, അല്ലെങ്കിൽ മദ്യമായിട്ട് ബന്ധപ്പെട്ട ഔഷധം എന്ന് മാത്രമാണ് ഇതിന് പൊതുവെ അറിയപ്പെടുന്നെങ്കിൽ പോലും ഒത്തിരി പ്രശ്നങ്ങളിൽ രോഗികളെ സഹായിക്കുന്നൊരു ഔഷധമാണ് നക്സ്. ഇതിനെക്കുറിച്ചുള്ള ഇനിയും കൂടുതൽ വിവരങ്ങൾ എൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.